ശരീരത്തിന് ഗുണകരമായി നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള മാവില മാത്രം ഉപയോഗിച്ചുള്ള പല്ലുതേപ്പ് ദിനചര്യയുടെ ഭാഗമായി കേരളത്തിൽ മുമ്പ് നിലനിന്നിരുന്നു. നാട്ടിൻപുറങ്ങളിൽ ഇന്നും പല്ല് വെടിപ്പാക്കാൻ മാവില ഉപയോഗിക്കുന്നവരുണ്ട്. പഴുത്ത മാവില കൊണ്ട് പല്ല് തേച്ചാൽ പുഴുത്ത പല്ലും നവരത്നമാകും എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഇന്ന് മാർക്കറ്റിൽ പല്ലിന് ശോഭ പകരുന്ന പല ചൂർണങ്ങളിലും മാവില ഘടകമാണ്. പല്ലിന് മാത്രമല്ല, മോണരോഗങ്ങൾ, അരുചി, പ്രമേഹം, രക്തസമ്മർദ്ദം, ഛർദി, ചർമ്മരോഗങ്ങൾ, അതിസാരം, പൊള്ളൽ, അൾസർ, ചെവിവേദന ഇവയിലെല്ലാം മുറ്റത്തെ മാവില നല്ല ഫലം തരുന്നതാണ്. മാംഗിഫെറിൻ എന്ന ഘടകം മാവിലയിൽ സമൃദ്ധമാണ്. പോളിഫിനോൾസ്, ടെർപ്പനോയിഡ്, ഇരുമ്പ്, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, വിറ്റമിൻ എ, ബി, സി, ഇ ഇവയാണ് മറ്റ് ഘടകങ്ങൾ. മാവിൻ്റെ തളിര്, മൂപ്പെത്തിയ ഇലകൾ, പഴുത്ത ഇലകൾ, ഇലഞ്ഞെട്ട് ഇവയെല്ലാം ആയുർവേദത്തിൽ ഔഷധമാക്കാറുണ്ട്. നമുക്ക് മാവിൻ്റെ തളിരിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 ഗ്രാം മാവിൻ്റെ തളിരില 2 കുരുമുളക് മണിയും ചേർത്ത് ചവച്ച് കഴിക്കുന്നത് ദഹനക്കേട് മൂലമുള്ള ഛർദി, വയറുവേദന, അതിസാരം ഇവയ്ക്ക് ഗുണം ചെയ്യും. മാവിൻ്റെ തളിരില പിഴിഞ്ഞ് നീര് 10 മില്ലി സമം തേനും ചേർത്ത് കഴിക്കുന്നത് ഛർദി അകറ്റാൻ നമ്മളെ സഹായിക്കും. ഇനി മൂപ്പെത്തിയ ഇലകളുടെ ഗുണങ്ങൾ നോക്കാം. മൂപ്പെത്തിയ വൃത്തിയാക്കിയ 2 മാവിലകൾ 2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെച്ച് രാവിലെ അരിച്ചു കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ്. ആഴ്ചയിൽ 2 തവണ ഈ പാനീയം കഴിക്കാം. മൂപ്പെത്തിയ മാവിലകളും സമം ഞാവലിൻ്റെ ഇലകളും മഞ്ഞളും അല്പം ശർക്കരയും തൈരിൻ വെള്ളത്തിൽ അരച്ച് പുരട്ടുന്നത് കരപ്പനും തൊലിയിലെ പാടുകളും നീക്കും. ചുമയും ശ്വാസം മുട്ടലും ഉള്ളപ്പോൾ മൂപ്പെത്തിയ മാവില 2 എണ്ണം ചേർത്ത് 1 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേനും ചേർത്ത് കഴിക്കുന്ന ആശ്വാസം പകരും. ഇത് കുട്ടികൾക്കും നൽകാം. ചുമയുള്ളപ്പോൾ 2 നേരം മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി പഴുത്ത ഇലകളാണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം മാവിൻ്റെ ഇലകൾ, അതായത് പഴുത്ത ഇലകൾ വൃത്തിയാക്കി 1/2 ലിറ്റർ വെള്ളത്തിൽ 2 ഏലക്കയും ചേർത്ത് തിളപ്പിച്ച് കഴിക്കുന്നത് അതിവേഗം ക്ഷീണം അകറ്റാനായിട്ട് സഹായിക്കും. ഇതിനൊപ്പം 1 ഗ്ലാസ് പാല് ചേർത്ത് തിളപ്പിച്ച് നമുക്ക് കഴിക്കാം. മാവിൻ്റെ പഴുത്തില 2-3 എണ്ണം കീറിയിട്ട് 1/2 ലിറ്റർ വെള്ളം തിളപ്പിച്ച് കവിൾ കൊള്ളുന്നത് വായ്പുണ്ണ് അകറ്റാനായിട്ട് നല്ലതാണ്. മോണരോഗത്തിന് ശമനമേകുകയും ചെയ്യും. മാവിൻ്റെ പഴുത്തില ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരവേദന മാറാനായിട്ട് നല്ലതാണ്. ഇനി മാവിൻ്റെ ഉണങ്ങിയ ഇലകളാണെന്നുണ്ടെങ്കിൽ നമ്മളതെല്ലാം കൂടെ തൂത്തുവാരിയിട്ട് കത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അതിനും ഉണ്ട് ഗുണങ്ങളേറെ. ഉണക്കിയ മാവിലകൾ പൊടിച്ച് വെക്കുക. ഈ പൊടി ഒരു ചെറിയ സ്പൂൺ ചേർത്ത് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അതിസാര രോഗിക്ക് ഫലപ്രദമാണ്. ദിവസം 3 തവണ നമുക്കിങ്ങനെ കഴിക്കാം. ഉണങ്ങിയ മാവില കത്തിച്ചെടുത്ത ഭസ്മം നേർമയായി പുരട്ടുന്നത് പൊള്ളലിനും ഫലപ്രദമാണ്. മാവിലയ്ക്ക് പുറമെ മാമ്പൂവ്, വിത്ത്, പച്ചമാങ്ങ, ഉണക്കിയെടുത്ത പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, വേര് ഇവയെല്ലാം ആയുർവേദം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. മാവില പറ്റിപ്പിടിച്ച് വളരുന്ന ഇത്തിലിനെയും ആയുർവേദത്തിൽ ഔഷധമാക്കാറുണ്ട്. മാവിലയിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. മാവിലയുടെ ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി ശരീരത്തിൽ അണുബാധ ഉണ്ടാകാതെ സംരക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുമൂലം ദഹന പ്രശ്നങ്ങൾ മുതൽ ട്യൂമറുകൾ വരെ തടയാനായിട്ട് മാവിലയ്ക്ക് കഴിയും. വൈറൽ ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് മാവില. ചർമ്മത്തിൽ അണുബാധ മൂലമുണ്ടാകുന്ന തടിപ്പും വ്രണങ്ങളും മാവിലയുടെ നീര് പുരട്ടിയാൽ എളുപ്പമില്ലാതാകും. തൊണ്ടയിലെ അണുബാധയ്ക്കും ഏമ്പക്കം ഇല്ലാതാക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും മാവിലയ്ക്ക് കഴിയും. മാവിൻ്റെ തളിരില ഒരു രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് പിഴിഞ്ഞെടുത്ത് സേവിച്ചാൽ ഷുഗർ നിയന്ത്രണ വിധേയമാകും. പ്രമേഹം മൂലമുണ്ടാകുന്ന കാഴ്ച പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഈ ഔഷധം. രക്തസമ്മർദ്ദം ഇല്ലാതാക്കാനും വെരിക്കോസ് വെയിനും മാവില ഫലപ്രദമാണ്. ക്ഷീണവും പരവേശവും ഇല്ലാതാക്കാൻ മാവിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ മതി. പിത്താശയത്തിലെയും മൂത്രാശയത്തിലെയും കല്ലില്ലാതാക്കാനും മാവിലയുടെ തളിരില തണലിൽ വെച്ച് പൊടിച്ച് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് അരിച്ചെടുത്ത് കുടിച്ചാൽ മതി. മൂത്രാശയക്കല്ലും പിത്താശയക്കല്ലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ ഇല്ലാതാകും. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതുമൂലം കഴിയും. മാവില തണലിൽ ഉണക്കി പൊടിച്ച പൊടി ദിവസവും 3 നേരം വെള്ളത്തിലോ ഇളനീരിലോ ചേർത്ത് കുടിച്ചാൽ എത്ര കടുത്ത അതിസാരവും ഇല്ലാതാകും. മാവില ചതച്ചെടുത്ത് നീര് പിഴിഞ്ഞ് ചെറുതായി ചൂടാക്കി ചെവിയിൽ പുരട്ടിയാൽ ചെവിവേദന കുറയാനായിട്ട് നല്ലതാണ്. മാവില കത്തിച്ച് ആ പുക ശ്വസിച്ചാൽ ഇക്കിളിനും തൊണ്ടരോഗങ്ങൾക്കും ശമനമുണ്ടാകുകയും ചെയ്യും. മാമ്പഴം നമുക്കൊക്കെ ഏറെ ഇഷ്ടമാണ്. എന്നാലും നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന പഴുത്ത മണ്ണിൽ വീണ് അഴുകിപ്പോകുന്ന ഈ മാവിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? മേൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളിൽ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള, നമ്മൾ വെറുതെ തൂത്ത് തീയിട്ട് കളയുന്ന അല്ലെങ്കിൽ വെറുതെ പറമ്പിൽ കുഴിച്ചു മൂടുന്ന ഈ മാവിലയ്ക്ക് അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പൂർവികരൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരുടെ ദിനചര്യയുടെ ഭാഗമാക്കിയതുകൊണ്ടാണ് അവരൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടിയും അസുഖങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ഇരുന്നത്. അപ്പോൾ നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ കുറേയൊക്കെ നമുക്ക് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കാം.